Hi guys, welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നമ്മുടെ ക്യാപ്സ്യൂൾ സീരീസിന്റെ ഭാഗമായിട്ടിടുന്ന വീഡിയോ ക്ലാസ്സസ് ആണ് ഇതെല്ലാം. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ഈ വീഡിയോ ക്ലാസ് എല്ലാവരും നല്ലോണം പഠിക്കണം, എന്നിട്ട് വേണം റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് എടുക്കാം. ആദ്യം നമ്മള് ട്രയാഡ്സ് ആണ് പഠിക്കുന്നത് അല്ലെ. ട്രയാഡ്സ് ആദ്യ ഡോബറൈനറിന്റെ ആണ് ട്രയാഡ്സ് അല്ലെ. ആദ്യമാണ് ഡോബറൈനർ. ഓക്കെ, അപ്പൊ ട്രയാഡ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്താ ട്രയാഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ ഓക്കെ, ഞാൻ ലീഥിയത്തിന്റെ ആറ്റോമിക് മാസ് A ആയിട്ട് എടുക്കുകയാണ്, പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് മാസ് C ആയിട്ട് എടുക്കുകയാണ്. ഇവര് രണ്ടുപേരുടെയും ആറ്റോമിക് മാസ് കൂട്ടി ഞാൻ അതിന്റെ ആവറേജ് കണ്ടു. അപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് ആയിരിക്കും. ഓക്കെ, സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് ഞാൻ B എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് ആയിട്ടുള്ള B ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ട്രയാഡ്സുകൾ ഏതൊക്കെയെന്ന് പഠിക്കണം ആയിരുന്നുണ്ട്. ട്രയാഡ്സുകൾ ഏതൊക്കെയാ? ലീഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതിന്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ത് പറയാ? ഫസ്റ്റത്തെയും മൂന്നാമത്തെയും ആറ്റോമിക് മാസിന്റെ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ എലമെന്റിന്റെ ആറ്റോമിക് മാസ് കിട്ടും. ദ ആവറേജ് ഓഫ് ദി ആറ്റോമിക് മാസ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി സെക്കൻഡ് എലമെന്റ്. അതാണ് ഇവിടെ പറയുന്നത്, ട്രയാഡ്സിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ട്രയാഡ്സ് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ് എന്താ ചെയ്തേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, properties of every elements are similar to that of the first element. Okay, അപ്പൊ ന്യൂലാൻഡ് സാറിന് എന്ത് ചെയ്തു? എലമെന്റ്സിനെ അവരുടെ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. എന്നിട്ട് അയാൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ നോക്കിട്ടാ, ഞാനിപ്പോ 1 തൊട്ട് 8 വരെയുള്ള എലമെന്റ്സ് എഴുതി എന്ന് വിചാരിക്കാം. അതായത് 1 തൊട്ട് 8 വരെയുള്ള എലമെന്റ്സ് എഴുതി. ഓക്കെ, അപ്പൊ 1 തൊട്ട് 8 വരെയുള്ള എലമെന്റ്സ് എഴുതിയപ്പോ എനിക്കത് കാണാൻ സാധിച്ചത് എന്താ? ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും എന്ത് കാണിക്കുന്നുണ്ട്? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞത്? ആര് പറഞ്ഞത്? നമ്മുടെ ന്യൂലാൻഡ് പറഞ്ഞത്. ആര് പറഞ്ഞത്? ന്യൂലാൻഡ് പറഞ്ഞത്. ഒന്നുമില്ല, എലമെന്റ്സിന് എല്ലാവരുടെയും അവരുടെ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ 1 മുതൽ അതേപോലെ തന്നെ 8 വരെയുള്ള എലമെന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും എന്ത് കാണിക്കുന്നുണ്ടായിരുന്നു? സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ആര് പറഞ്ഞത്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്? മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. എന്താണ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ? ഓക്കെ, അപ്പൊ നോക്കിയേ, മെന്റലിയുടെ പീരിയോഡിക് ടേബിൾ എന്താ പറയുന്നത്? മെന്റലിയുടെ പീരിയോഡിക് ടേബിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മള് എലമെന്റ്സിന് ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഇത്രേ പറഞ്ഞുള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. എലമെന്റ്സിന് ഒന്നുകൂടെ ഞാൻ പറയാണ്, എലമെന്റ്സിന് ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അടുത്ത തിങ്കളാഴ്ച വരും. ഓക്കെ, റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരും. അതാണ് ആര് പറഞ്ഞത്? നമ്മുടെ മെന്റലീവ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഈ മെന്റലീവിന്റെ മെറിറ്റ് ഉണ്ട്. മെറിറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. മെറിറ്റ് നോക്കിയേ, മെറിറ്റ് എന്ന് പറയുന്നത് കറക്റ്റഡ് ദ റോ ആറ്റോമിക് വെയിറ്റ് ഓഫ് സം ഓഫ് ദി എലമെന്റ്സ്. ചില എലമെന്റ്സിന് അത് കണ്ടുപിടിച്ച ആൾക്കാര് ആറ്റോമിക് മാസ് തെറ്റിച്ചാ പറഞ്ഞു വെച്ചിട്ടുണ്ടായി. അത് എന്ത് ചെയ്തു? അയാള് കറക്റ്റ് ആക്കി. അടുത്തത് ലെഫ്റ്റ് വേക്കന്റ് പ്ലേസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു അറിയോ? അലൂമിനിയത്തിന്റെ സിലിക്കണിന്റെ അടിയിൽ എന്ത് ചെയ്തു? ഗ്യാപ്പ് ഇട്ട് വെച്ചു. ഇവിടെ അയാൾ പറഞ്ഞു ഇവിടെ ഈ ഒരു എലമെന്റ് വരും എന്ന് അയാൾ പറഞ്ഞു. ഗ്യാപ്പ് ഇട്ട് വെച്ചു വെച്ചാൽ നമുക്ക് അറിയാൻ പോലുമില്ല ഒരു എലമെന്റ് അവിടെ ഉണ്ടാവോന്നോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഉറപ്പോ ഒന്നുമില്ല. അങ്ങനെ ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ എന്ത് ചെയ്തു? അവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ചു. അപ്പൊ ഒരു എലമെന്റ് വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്യാപ്പ്, അവർക്ക് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടായി എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തേത്
സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരെ സിമിലർ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടും. Elements with similar properties are placed in the same group. Similar properties കാണിക്കുന്ന ആൾക്കാരെ സെയിം ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടു. ഓക്കെ, അപ്പൊ അതാണ് മൂന്നെണ്ണം ഞാനിപ്പോ പറയുന്നുള്ളൂ. ഞാൻ മെറിറ്റ്സ് കുറച്ച് അധികം എഴുതി തന്നിട്ടുണ്ട്, അതെല്ലാം പഠിക്കണം കേട്ടോ. അടുത്തത് ടീമിനെ ചോദിച്ചാൽ എന്തെന്ന് പറയും? ഇയാൾ തന്നെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ സെയിം ഗ്രൂപ്പില് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാർ വേണമെന്ന് പറഞ്ഞത് ഇയാൾ തന്നെയായിരുന്നു. പക്ഷേ സെയിം ഗ്രൂപ്പില് ഡിസിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരോട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇനി ഹൈഡ്രജൻ എന്ത് കൊടുത്തില്ല? ഒരു കറക്റ്റ് പൊസിഷൻ കൊടുത്തില്ല. ഇനി ഐസോടോപ്പിന് എന്ത് കൊടുത്തില്ല? ഒരു കറക്റ്റ് പൊസിഷൻ കൊടുത്തില്ല. ഇനി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ വേണം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കാന്ന്. പക്ഷെ അങ്ങനെ അത് എന്ത് ചെയ്തില്ല? അതും മര്യാദയ്ക്ക് ഒബേ ചെയ്തില്ല. അപ്പൊ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അതെന്തായാലും പഠിക്കണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ അടുത്ത ഒരു സെക്ഷൻ, എന്താ? ബ്ലോക്സ്. അതിനേക്കാളും മുമ്പ് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് നോക്കണം. ഓക്കെ, എന്താണ് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ? എന്താ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ മെൻഡലീവിന്റെ പീരിയോഡിക് ലോ പഠിച്ചു അല്ലെ? ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലിമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു. ആ മാസിന്റെ അവിടെ നമ്പർ ആക്കിയ അത് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ ആയി. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന് നമ്മുടെ മെന്റലീവ് ചെയ്തത് ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിംഗ് ഓർഡർ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് വെച്ചു. ഹെൻറി മോസ്ലി എന്താ പറയുന്നത്? എലമെന്റ്സിന് ആറ്റോമിക് നമ്പർ ഇൻക്രീസിംഗ് ചെയ്യുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. എലമെന്റ്സിന് ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അതാണ് ആര് പറഞ്ഞത്? ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ലോയിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 ബ്ലോക്കുകളും എന്തായാലും പഠിക്കണം. 4 ബ്ലോക്ക് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. കുറെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 4 പോയിന്റിലും പഠിച്ചു വെക്കുക. അതിനെ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് നോക്കിയേ, എസ് ബ്ലോക്ക് ആണ്. They are elements in which the last electron enters into the outermost s subshell. ഓക്കെ, എന്താ സംഭവം? എസ് ബ്ലോക്കില് ലാസ്റ്റ് ഇലക്ട്രോൺ എപ്പോഴും എൻ്റർ ആവുന്നത് എസ് സബ്ഷെല്ലിലോട്ടായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗ്രൂപ്പ് 1ഉം 2ഉം ആൾക്കാരെയാണ് എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. They include elements all of the groups of 1 and 2. ഓക്കെ, ഇനി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. എന്താ? ns⁻1 or ns⁻2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ns⁻02 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ കൊള്ളുള്ളൂ. അതിനർത്ഥം എന്താ? 1 മുതൽ അല്ലെങ്കിൽ 0 വരെ 2 ഇലക്ട്രോൺസിനെ എസ് സബ്ഷെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 022 എന്ന് എഴുതിയിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതില് എല്ലാവരും റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അവർക്ക് അയോണൈസേഷൻ എന്താൽപ്പി ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, എല്ലാവരും റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അതേപോലെ തന്നെ അവരുടെ അയോണൈസേഷൻ താല്പര്യം ഭയങ്കര അധികം കുറവായിരിക്കും. ഇനി അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1ഉം +2 ആയിരിക്കും. ഓക്കെ, ഇനി their metallic character and reactivity increases down the group. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും എന്താ പറയാ? അല്ലെങ്കിൽ പീരീഡ് എന്നാ പറയാ. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? ഗ്രൂപ്പ് എന്നാ പറയാ. അപ്പൊ ഗ്രൂപ്പിലോട്ട് വരുന്നോറും എന്ന് പറഞ്ഞാൽ മോളിന്ന് അടിയിലോട്ട് വരുന്നോറും അവരുടെ മെറ്റാലിക് ക്യാരക്ടറും അതേപോലെ തന്നെ റിയാക്ടിവിറ്റിയും, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റിയാക്ഷൻ ഭയങ്കര സ്ലോ ആയിട്ടാണോ നടക്കുന്നത് അല്ലെങ്കിൽ കൂടിയായിട്ടാണോ നടക്കുന്നത്, അതിനാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയാം അല്ലെ. അപ്പൊ അവരുടെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? മോളിന്ന് താഴോട്ട് വരുന്നോറും എന്ത് ചെയ്തോണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇനി they mainly form ionic compounds. ലീഥിയം ബെറീലിയം ഒഴിച്ച് ബാക്കി എല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. ഫസ്റ്റ് പോയിന്റ് എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? എസ് ബ്ലോക്കിലാണ്, എസ് സബ്ഷെല്ലിലാണ്. ഇനി അവര് 1ഉം 2ഉം ഗ്രൂപ്പാരെയാണ് എന്ത് പറയാ? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അവർ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നുകിൽ ns⁻1 എന്ന് പറയാം അല്ലെങ്കിൽ ns⁻2 എന്ന് പറയാം. അവരെല്ലാവരും മെറ്റൽസ് ആണ്. അവരുടെ അയോണൈസേഷൻ താല്പര്യം ഭയങ്കര കുറവാണ്.
അവർ +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഡൗൺ എ ഗ്രൂപ്പ് വരുന്നതോറും അവരുടെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്, സോറി കൂടി വരുന്നുണ്ട്. ഇനി ലീഥിയവും ബെറീലിയവും ഒഴിച്ച് ബാക്കി എല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അതാണ് നമ്മുടെ എസ് ബ്ലോക്ക്. ഇനി വാട്ട് അബൌട്ട് പി ബ്ലോക്ക്? എസ് ബ്ലോക്കിലെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലോട്ടാണ് വന്നതെങ്കിൽ, സോറി, എസ് ബ്ലോക്കിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലോട്ടാണ് വന്നതെങ്കിൽ പി ബ്ലോക്കിലെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലോട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അവിടെ നമ്മൾ പഠിച്ചു ഗ്രൂപ്പ് 1 ഉം 2 ആണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ് എങ്കിൽ ഇവിടെ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പി ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns⁻², np⁻126. എന്താ? ns⁻², np⁻126. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ns⁻², np⁻126. ഇനി അവരുടെ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോറി, തെറ്റിപ്പോടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? The non-metallic character increases from left to right in a period and metallic character increases from top to bottom. ഇത് പഠിച്ചേക്കാം. ഓക്കെ, നമുക്കറിയാം പി ബ്ലോക്കില് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നോൺ മെറ്റൽസിന്റെ കാര്യം പറയാം. നോൺ മെറ്റാലിക് ക്യാരക്ടർ ആരാടോ? നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഒരു പീരീഡില് കൂടി വരും. ഓക്കെ, നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും പീരീഡില് കൂടി വരും. ഇനി മെറ്റാലിക് ക്യാരക്ടർ സതിയാടാ, നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും കൂടി വരും. ഇനി മെറ്റാലിക് ക്യാരക്ടർ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മോളിൽ നിന്ന് അടിയിലോട്ട് വരുന്നതോറും കൂടി വരും. മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നവരും കൂടി വരും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് അടിയിലോട്ട് വരുന്നവരും കൂടി വരും. സെറ്റ് ആണോ? ഇനി അടുത്തത്, the 18th group elements are called noble gases or inert gas. 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നോബൽ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഇനി they have completely filled orbitals, so they do not undergo chemical reaction at ordinary condition. ഇനി 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന് എന്താ പറയുന്നത്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഓർബിറ്റൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. മാക്സിമം ഇലക്ട്രോൺസിന് എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇലക്ട്രോൺസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യില്ല? കെമിക്കൽ റിയാക്ഷനിലോട്ടൊന്നും പങ്കെടുക്കൂല. നമ്മൾ സ്റ്റേബിൾ അക്ടർ കോൺഫിഗറേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോബൽ ഗ്യാസസിന് സ്റ്റേബിൾ അക്ടർ കോൺഫിഗറേഷൻ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും എന്ത് ചെയ്യില്ല? പങ്കെടുക്കില്ല. ഇനി എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. അതാണ് നമ്മുടെ പി ബ്ലോക്ക്. ഓക്കെ, ഇനി ഡി ബ്ലോക്കിലോട്ട് വരുമ്പോ these are elements in which the last electron enters to the penultimate d subshell. എന്താ സംഭവം? ഔട്ട് ഞാൻ പറഞ്ഞു, എസ് ബ്ലോക്കിലോട്ടാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലോട്ട്, പി ബ്ലോക്കിലോട്ടാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലോട്ട്. വാട്ട് അബൌട്ട് ഡി ബ്ലോക്ക്? ഡി ബ്ലോക്കിലോട്ടാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെൽ എന്ന് പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിനെയാണ് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് വിളിക്കാം. അപ്പൊ ഡി ബ്ലോക്കിലോട്ടാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക? ഡി ബ്ലോക്ക് എന്ന് പറയുക. ഇനി അവരെന്ത് പേരും കൂടെ ഉണ്ട്? അവര് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവര് എസ് ബ്ലോക്കിന്റെ ഇടയിലും പി ബ്ലോക്കിന്റെ ഇടയിലും ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? n-1d 1 to 10 ns⁻²0 എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവര് മെറ്റൽസ് ആണ്, എല്ലാവരും മെറ്റൽസ് ആണ്. അവർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള നല്ല കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ശേഷി അവർക്കുണ്ട്. ഇനി അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. നമ്മൾ നേരത്തെ എസ് ബ്ലോക്ക് പഠിച്ചവർ പറഞ്ഞു എസ് ബ്ലോക്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 +2 ആണെങ്കിൽ ഡി ബ്ലോക്കിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ടുള്ള ഒരു ശേഷിയുണ്ട്. അവര് പാരാമാഗ്നറ്റിക് ആണ്, അതേപോലെ തന്നെ ഒരു കാറ്റലറ്റിക് പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കും. ഏതെങ്കിലും ഒരു 3 പോയിന്റിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എഫ് ബ്ലോക്ക്.
അത് ഞാൻ ചോദിക്കാറില്ല, എന്നാലും പഠിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് ഷെല്ലിന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഷെല്ലാണ് പെനൽറ്റിമേറ്റ് ഷെല്ല്. ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പെനൽറ്റിമേറ്റ് ഷെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഷെല്ല്. നോക്കട്ടാ, ഇത് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെനൽറ്റിമേറ്റ് ഷെൽ. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് എന്ത്, ഇയാളില്ലേ, ഇയാളാണ് എന്ത്, ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ. ഏറ്റവും പുറത്ത് കിടക്കുന്ന ആള് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് പെനൽറ്റിമേറ്റ് ഷെൽ, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാ വരണേ, ബ്ലോക്കില് ആന്റി പെനൽറ്റിമേറ്റ് എഫ് ഷെൽ. ഇനി 6th പീരീഡും 7th പീരീഡിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പറയണതാണ് എഫ് ബ്ലോക്ക് എന്ന്. അതിൽ 6th പീരീഡ് ലാന്തനോയിഡ്സും 7th പീരീഡ് ആക്ടിനോയിഡ്സും ആയിരിക്കും. അവരെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുകൂടെ പറയുന്നുണ്ട്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് n-2f1,240, n-1d021, ns3:2. ഓക്കെ, എങ്ങനെ പോയാലും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പഠിച്ചിരിക്കണം. പിന്നെ ഈ പോയിന്റ്സ് ഒക്കെ മാക്സിമം ഒരു 4 എണ്ണം വെച്ചെങ്കിലും പഠിച്ചിരിക്കാം, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 4 എണ്ണം വെച്ച് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ്. ഇവിടെ നമുക്ക് എന്തായാലും പഠിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതെല്ലാം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച് പഠിക്കണം. മനസ്സിലായോ? നോക്കാം, എന്താ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയാ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പൊ നോക്കിയേ, the properties which repeat after a regular interval of time are called periodic properties. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതിൽ നമുക്ക് 5 പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് പഠിക്കാറുണ്ട്. ഏതൊക്കെയാ, ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോകേറ്റ് എന്താൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോകേറ്റ് എന്താൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ഓരോരുത്തർക്കും അലോങ് എ പീരീഡിലോട്ടും അലോങ് എ ഗ്രൂപ്പിലോട്ടും എന്ത് വ്യത്യാസങ്ങളാണ് ഇവർ കാണിക്കുക, ആറ്റോമിക് റേഡിയസ് കൂടോ കുറയോ, അയോണിക് റേഡിയസ് കൂടോ കുറയോ എന്നുള്ള കാര്യം പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ആറ്റോമിക് റേഡിയസ്? പേരിൽ തന്നെ ഉണ്ട്, ആറ്റത്തിന്റെ റേഡിയസ് ആണ് ആറ്റോമിക് റേഡിയസ്. ആറ്റത്തിന്റെ സെന്ററിൽ ആരാ ഉള്ളേ, ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആറ്റോമിക് റേഡിയസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിയടാ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർ മോസ്റ്റ് സെൽ ഹാവിംഗ് ഇലക്ട്രോൺ. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഒരു സർക്കിൾ വരച്ച അതിന്റെ റേഡിയസ് എന്താണ്, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇതൊരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് സെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ, ആറ്റോമിക് റേഡിയസ് എന്ന് പറയാ. ഓക്കെ, ഇനി അലോങ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു, along a period എന്ത് സംഭവിക്കുന്നു നോക്കട്ടാ. The electrons are added to the same valence shell. Thus, the number of shell remains the same, but the effective nuclear charge increases, so the atomic radius decreases from left to right. എപ്പോൾ ആലോചിക്കുക, ആറ്റോമിക് റേഡിയസ് മാത്രമാണ് along a period കുറയുന്നത്, ബാക്കി എല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, കുറയുന്നു. റീസൺ ചോദിച്ചാൽ എന്ത് പറയണം, വാലൻസ് ഷെല്ലിലോട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഷെല്ലോടെ ക്രിയേറ്റ് ആവുന്നില്ല. ഓക്കെ, വേറൊരു ഷെല്ല് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ക്രിയേറ്റ് ആവുന്നില്ല. സെയിം ഷെല്ലിലോട്ട് തന്നെയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഷെല്ല് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അല്ലേ സൈസ് ഇങ്ങനെ കൂടി വരുള്ളൂ. പക്ഷെ ആറ്റോമിക് റേഡിയസ് കൂടുന്നില്ല. കാരണം എന്തുകൊണ്ടാ, ഇലക്ട്രോൺസ് സെയിം ഷെല്ലിലോട്ട് തന്നെയാണ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വാലൻസ് ഷെല്ല് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. കൂടുന്നുണ്ട്. അതുകൊണ്ട് along a പീരീഡിൽ ആറ്റോമിക് റേഡിയസ് കുറയുന്നു. റീസൺ ചോദിച്ചാൽ ഇത് രണ്ടെണ്ണം പറഞ്ഞാൽ മതി. നമ്പർ ഓഫ് ഷെൽ റിമെയിൻസ് സെയിം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഈ 2 പോയിന്റ് പറഞ്ഞാൽ മതി. ഞാൻ വേണമെന്ന് അടയാളപ്പെടുത്തി തരാം കേട്ടോ. Number of shell remains same, effective nuclear charge increases. ഇത്രയും മാത്രം പിടിച്ചാൽ മതി. along a ഗ്രൂപ്പിലോട്ട് വരുമ്പോ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഇൻക്രീസ് ചെയ്യുന്നുണ്ടടാ. പക്ഷേ
ഷെൽ നമ്പർ കൂടുന്നതാണ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ. രണ്ടുപേരും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടുപേരുടെയും ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോ ഷെൽ നമ്പർ കൂടുന്നതാണ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ. ഇത്ര പഠിച്ചു വെക്കാം. ഇവിടെ നോക്കിയാൽ എങ്ങനെ പറയും? ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഷെൽ predominates over the increase in the nuclear charge. അതുകൊണ്ട് ആറ്റോമിക് റേഡിയസ് ടോപ്പിൽ നിന്ന് ബോട്ടം വരുന്നോറും എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം? കൂടുന്നു. എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഇനി അടുത്തത് അയോണിക് റേഡിയസ് ആണ്. ആരാണ്? അയോണിക് റേഡിയസ്. അടുത്ത എന്താ? അയോണിക് റേഡിയസ്. നമ്മൾ എന്താ പറഞ്ഞത്? ആറ്റത്തിന്റെ റേഡിയസ് ആണ് എന്ത്? ആറ്റോമിക് റേഡിയസ് അല്ലെ? ആറ്റത്തിന്റെ റേഡിയസ് ആണ് എന്ത്? ആറ്റോമിക് റേഡിയസ്. അപ്പൊ അയോൺസിന്റെ റേഡിയസ് ആയിരിക്കും എന്ത്? അയോണിക് റേഡിയസ്. ആറ്റത്തിന്റെ റേഡിയസ് ആറ്റോമിക് റേഡിയസ് ആണെങ്കിൽ അയോൺസിന്റെ റേഡിയസ് എന്താണ്? അയോണിക് റേഡിയസ്. ഓക്കെ, ഇനി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? എന്തുകൊണ്ടാണ് കാറ്റയോൺ പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുത്? Okay, a cation is smaller than its parent atom while anion is bigger. എപ്പോഴും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കാറ്റയോൺ പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുത് പക്ഷെ ആനയോൺ പാരന്റ് ആറ്റത്തിനേക്കാളും വലുത്. ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ എണ്ണയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, അപ്പൊ എന്നെ പ്ലസ് ആയി. ഓക്കെ, അപ്പൊ എന്നെ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, എന്നെ 11 അതിന്റെ ആറ്റോമിക് നമ്പർ അല്ലെ? എന്നയുടെ ആറ്റോമിക് നമ്പർ എത്രയാ? 11. അതിന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? 10 ആയില്ലേ ആറ്റോമിക് നമ്പർ? അപ്പൊ സൈസ് കുറഞ്ഞു എന്നല്ല അർത്ഥം. 11 നിന്ന് എന്തായത്? 10 ആയിട്ട് മാറി. അപ്പൊ സൈസ് കുറഞ്ഞു. അപ്പൊ കാറ്റയോൺ ആവുമ്പോ എന്ത് സംഭവിക്കുകയാണ്? ചെറുതാവാണ്. അതേസമയം ആനിയോൺ ആവേണ്ടെങ്കിലോ? ഇപ്പൊ Cl- ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു വിചാരിക്കുക, അപ്പൊ എന്ത് ചെയ്യാ? സൈസ് കൂടി വരല്ലേ അല്ലേ? അപ്പൊ കാറ്റയോൺ ആണെങ്കിൽ പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും, പക്ഷെ ആനിയോൺ ആണെങ്കിൽ പാരന്റ് ആറ്റത്തിനേക്കാളും വലുതായിരിക്കും. അതിന്റെ റീസൺ ആ ചോദിക്കണം. റീസൺ നോക്കിയടാ, എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം. എന്താ റീസൺ? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ആകെ ഒരു പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. കാറ്റയോൺ എന്തുകൊണ്ടാണ് പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുത് എന്ന് ചോദിച്ചാൽ ഇത് മാത്രം പഠിച്ചു വെക്കുക. എന്താ? അവർക്ക് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. ഇനി ആനിയോൺ എന്തുകൊണ്ടാണ് വലുത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഒന്ന് നോക്കിയടാ, ആനിയോണിലൂടെ നമുക്കറിയാം ഇലക്ട്രോൺസിനെ വാങ്ങിക്കാണ് ആനിയോൺ ചെയ്യുന്നത്. കാറ്റയോൺ ആണെന്നുണ്ടെങ്കിലോ ഇലക്ട്രോൺസിനെ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ആനിയോൺ ഇപ്പൊ Cl- ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ Cl ഓൾറെഡി കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ വരുന്ന ഇലക്ട്രോണിനെ വരണ്ടാന്ന് പറയും. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? വരണ്ടാന്ന് പറയും. അപ്പൊ അതിനെയാണ് എന്ത് പറയാ? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയാം. എന്ത് പറയാ? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയാം. അപ്പൊ ആനിയോണിന്റെ കേസിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് an addition of one or more electron would result in an effective nuclear charge അല്ല ട്ടാ, result in an increased electronic repulsion. Increased electronic repulsion കൂടും. അതേസമയം ആരും കൂടെ കുറയുന്നുണ്ട് ഇവിടെ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്. ആരും കുറയുന്നുണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുമുണ്ട്. 2 പോയിന്റ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? It is defined as the energy required to remove an electron from the outermost shell of an isolated gaseous atom in its ground state. എന്ന് പറഞ്ഞ ഇപ്പൊ നോക്കാം, ഒരാറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. എനിക്ക് ഇലക്ട്രോണിനെ അവിടെ നിന്ന് എടുത്ത് കളയണം. ഓക്കെ, വെറുതെ കളയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എന്ത് ചെയ്യണം? അവിടേക്ക് ഒരു എനർജി കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ആ ഇലക്ട്രോണിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ആ എനർജിയെയാണ് നമ്മൾ എന്ത് പറയുക? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. എന്ത് പറയാം? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, ഇത് നോക്കിയേ, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? The energy required to remove the electron from the outermost shell of a neutral atom. ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രോണിനെ എടുത്ത് കളയേണ്ടതുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് അയോണൈസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നയിൽ നിന്ന് എനിക്ക് ഒരു ഇലക്ട്രോണിനെ കളയണം. എന്നെ ന്യൂട്രൽ ആയി നിൽക്കല്ലേ? എന്നേക്ക് വല്ല പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് വരുന്നത് ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ന്യൂട്രൽ ആറ്റം എന്ന് പറയും.
അപ്പൊ എന്നിൽ നിന്നും ഇലക്ട്രോൺ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ഇനി എന്നിൽ നിന്നും ഒരു ഇലക്ട്രോൺ എടുത്ത് കളഞ്ഞാൽ അത് എന്തായി? Na+ ആയി. അപ്പൊ നോക്കിയേ, ഞാനൊരു യൂണിപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണ് ഇലക്ട്രോണിനെ എടുത്ത് കളയേണ്ടത്. യൂണിപോസിറ്റീവ് എങ്ങനെ പേര് വന്നേ? യൂണി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ടുള്ളൂ. പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ എന്താ? കാറ്റയോൺ ആണ് അല്ലെ? അപ്പൊ യൂണിപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണ് ഒരു ഇലക്ട്രോണിനെ എടുത്ത് കളയേണ്ടതുണ്ടെങ്കിൽ അതിനെ ഞാൻ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കും. ഇനി അത് ഡൈപോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നമ്മള് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താ? ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, യൂണിപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി, ഇനി ഡൈപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി ആസ് യൂഷ്വൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അലോങ് എ പീരീഡും അലോങ് എ ഗ്രൂപ്പും എന്താ സംഭവിക്കുന്നത് എന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയാ അലോങ് എ പീരീഡിലും അലോങ് എ ഗ്രൂപ്പിലും അയോണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കടാ. അലോങ് എ പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ഞാൻ പറഞ്ഞു ആറ്റോമിക് റേഡിയസ് മാത്രമാണ് അലോങ് എ പീരീഡിലോട്ട് പോകുമ്പോൾ കുറയുന്നത്, ബാക്കി എല്ലാവരും അലോങ് എ പീരീഡിലോട്ട് പോകുമ്പോൾ കൂടുകയാണ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്തുകൊണ്ടാ? ഡിക്രീസ് ഇൻ ദി ആറ്റോമിക് റേഡിയസ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നവരും ആറ്റോമിക് റേഡിയസ് കുറയുന്നുണ്ട്. അപ്പൊ ഇത് അതിനൊരു റീസൺ ആണ്. ഒരു പോയിന്റ് കിട്ടി. ഇനി ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സോറി, ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ഇൻ ദി ന്യൂക്ലിയർ ചാർജ്. അപ്പൊ രണ്ട് പോയിന്റ് ആണ്, ഡിക്രീസ് ഇൻ ദി ആറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൽക്കലി മെറ്റൽസിന് ഏറ്റവും കുറവ് അയോണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും, പക്ഷേ നോബൽ ഗ്യാസസിന് ഏറ്റവും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അയോണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടി വരികയാണ്. അപ്പൊ എന്താ വെച്ചോക്കെ, ഇവിടെ ഇച്ചിരി കോളം ഭയങ്കര കുറവ്, ഇവിടേക്ക് വരുമ്പോ പിന്നെയും കുറച്ച് കൂടി, ഇവിടേക്ക് വരുമ്പോ പിന്നെയും കുറച്ച് കൂടി, അങ്ങനെ കൂടി ഏറ്റവും കൂടുതൽ ഏറ്റവും എടുത്ത് കിടക്കുന്ന ആൾക്കാരിക്കൂലേ. അപ്പൊ ആൽക്കലി മെറ്റൽസിന് ഏറ്റവും കുറവ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്, അതേസമയം ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന നോബൽ ഗ്യാസസിന് കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. ഇനി ഡൗൺ എ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കുറയുന്നുണ്ട്. കാരണം എന്താ? ആറ്റോമിക് റേഡിയസ് കൂടുന്നുണ്ട്, ഷീൽഡിങ് എഫക്റ്റും കൂടുന്നുണ്ട്. ഓക്കെ, ആറ്റോമിക് റേഡിയസും കൂടുന്നുണ്ട്, ഷീൽഡിങ് എഫക്റ്റും കൂടുന്നുണ്ട്. ഇനി ഗ്രാഫ് ഒന്ന് നോക്കി വെക്കണം കേട്ടാ, ഗ്രാഫ് നോക്കി വെക്കണം. ഓക്കെ, ഗ്രാഫ് നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടാ. എന്തുകൊണ്ടാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിനേക്കാളും വലുത്? എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഫസ്റ്റ് അയോണൈസേഷൻ ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രോണിനെ കളയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. യൂണിപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണെങ്കിൽ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ഇനി ഡൈപോസിറ്റീവ് കാറ്റയോണിൽ നിന്നാണെങ്കിൽ എന്ത് പറയും? തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? എപ്പോഴും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിനേക്കാളും കൂടുതലായിരിക്കും. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിനേക്കാളും കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ സംഭവം? അവർക്ക് എന്തുണ്ട്? അവർ യൂണിപോസിറ്റീവ് കാറ്റയോണോ അല്ലെങ്കിൽ ഡൈപോസിറ്റീവ് കാറ്റയോണോ ആവട്ടെ, അവർക്ക് എന്തുണ്ട്? ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുതൽ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിനേക്കാളും എപ്പോഴും കൂടുതലാവുന്നത്. ഇനി അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഒന്നുമില്ല, ഇപ്പൊ ഞാൻ O2 മൈനസും F മൈനസും എടുക്കുകയെന്ന് വിചാരിക്കാം. O2 മൈനസ് പറഞ്ഞാൽ എന്താ സംഭവം? O2 മൈനസ് എന്ന് പറഞ്ഞ ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8. 2 മൈനസ് പറഞ്ഞാൽ 2 ഇലക്ട്രോണെ വാങ്ങിച്ചു എന്നല്ല അർത്ഥം. അപ്പൊ 8 + 2 എത്രയായി? 10 ഇലക്ട്രോൺ അല്ലേ? ഇനി F മൈനസ് പറഞ്ഞാൽ ഫ്ലൂറിൻ ആറ്റോമിക് നമ്പർ 9. മൈനസ് പറഞ്ഞാൽ 1 ഇലക്ട്രോണെ വാങ്ങിച്ചു, +1 എത്ര ഇലക്ട്രോൺ ആയി? 10 ഇലക്ട്രോൺ. അപ്പൊ ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് വിളിക്കും. ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളെങ്കിൽ എന്ത് വിളിക്കും? അവരെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യുന്നത്?
ഓക്കെ, നോക്കാട്ടാ. ഇത് മാത്രം പഠിച്ചാൽ മതി. ആറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, presence of half filled or completely filled orbital, shielding effect. ഇത്രയും പഠിച്ചാൽ മതി. 4 പോയിന്റ് പഠിച്ചാൽ മതി. ആറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്ട്, ഹാഫ് ഫിൽഡോ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിന്റെയോ പ്രസൻസ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ശ്രദ്ധിക്കാട്ടോ. The ionization enthalpy of boron is lesser than that of The ionization enthalpy of boron is lesser than that of ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാവേ, എന്തോ പറ്റിയിട്ടുണ്ട് സ്ലൈഡിന്. The ionization enthalpy of boron is lesser than that of beryllium. Okay, is lesser than that of beryllium. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. The ionization enthalpy of oxygen is lesser than that of nitrogen. ഈ രണ്ട് ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? ബോറോണും ബെറീലിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോ, ഓക്കെ ശ്രദ്ധിക്കാട്ടെ, ഇവിടെ മാത്രം നോക്കാം. The ionization enthalpy of boron is lesser than that of beryllium. The ionization enthalpy of oxygen is lesser than that of nitrogen. അപ്പൊ ഞാൻ ബോറോണിനെ ബെറീലിയത്തിന് എടുത്തു, ബോറോൺ എടുത്തു, ബെറീലിയോ എടുത്തു കേട്ടാ. ബോറോൺ എടുത്തു, ബെറീലിയോ എടുത്തു. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരണത് 1s2 2s2 2p1. അതേസമയം ബെറീലിയത്തിന്റെയോ 1s2 2s2. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തന്നെ പറയാം ആർക്കാ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്? ബെറീലിയത്തിനാണ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്. അതുകൊണ്ട് ബെറീലിയത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് കോഴ്സ് ബോറോണിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഞാൻ അതേപോലെ തന്നെ നൈട്രജൻ എടുത്തു. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, ഓക്സിജന്റെ 8. നൈട്രജൻ എടുത്ത് ഏതാണ്? 1s2 2s2 3 അല്ലെ, 2p3. ഇവിടെയോ 1s2 2s2 2p4. ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള? പി സബ്ഷനില് 6 ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ? 6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നൈട്രജന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ട്. ബെറീലിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫുൾ ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ബോറോണിനെയും ബെറീലിയത്തിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ബെറീലിയത്തിന് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. നൈട്രജനെയും ഓക്സിജനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ നൈട്രജന്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. ഓക്കെ, അതാണ് അതിന്റെ റീസൺ കേട്ടാ. ഇത്ര എഴുതിയാൽ മതി. ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷനും ഹാഫ്ലി ഫിൽഡ് കോൺഫിഗറേഷനും. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലെ. അപ്പൊ ഇവിടെ ഇത് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് ഓർ എൻതാൽപ്പി ചേഞ്ച് when an electron is added to the outermost shell of an isolated gaseous atom. അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ എന്നാണ്. അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അലോങ് എ പീരീഡ്, അലോങ് എ ഗ്രൂപ്പും എന്ത് സംഭവിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക്? ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. എന്തുകൂടും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. കാരണം എന്താ? അവിടെ ആറ്റോമിക് റേഡിയസ് കുറയാണ്, അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ആറ്റോമിക് റേഡിയസ് കുറയാണ്, ന്യൂക്ലിയർ ചാർജ് അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? കൂടാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കാം. ഇനി ഡൗൺ എ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പില് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിക്കുന്നത്? ഡിക്രീസ് ആ സംഭവിക്കുന്നത്. കാരണം എന്താ? കാരണം ആറ്റോമിക് റേഡിയസ് കൂടുന്നുണ്ട്, ഷീൽഡിംഗ് എഫക്റ്റും കൂടുന്നുണ്ട്. ആറ്റോമിക് റേഡിയസും കൂടുന്നുണ്ട്, ഷീൽഡിംഗ് എഫക്റ്റും കൂടുന്നുണ്ട്. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഫ്ലൂറിനെയും ക്ലോറിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഫ്ലൂറിന് ക്ലോറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവെന്ന്? ഓക്കെ, എന്തുകൊണ്ടാണ് കുറവ്? എപ്പോഴും ചോദിക്കാനായിട്ട് ശ്രദ്ധിക്ക. ഫ്ലൂറിനിലോട്ടും ക്ലോറിനിലോട്ടും ഇലക്ട്രോൺ പോവാണ്. ഫ്ലൂറിനിലോട്ട് ഇലക്ട്രോൺ പോയിട്ടുണ്ടെങ്കിൽ അത് ചെല്ലുന്ന എത്തിച്ചേരാ 2p ഓർബിറ്റൽ. ക്ലോറിനിലോട്ട് പോയാണെങ്കിൽ എത്തിച്ചേരാ 3p ഓർബിറ്റൽ. 2p ഓർബിറ്റൽ ആണോ 3p ഓർബിറ്റൽ ആണോ വലുത്? 3p ഓർബിറ്റൽ ആണ് വലുത്. ലാർജർ ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആണ് അല്ലെ. ലാർജർ ഓർബിറ്റൽ എന്താ? 3p ഓർബിറ്റൽ ആണ്. അപ്പൊ ലാർജർ ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവായിരിക്കും
അതേസമയം സ്മോളർ ഓർബിറ്റൽ ആണ് 2p ഓർബിറ്റൽ എങ്കിൽ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായിരിക്കും അല്ലെ. ചെറിയ കട്ടിലാണെങ്കിൽ അവിടെ പിങ്ങി തെറിഞ്ഞ് കിടക്കേണ്ടി വരും, അപ്പൊ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം വലിയ കട്ടിലാണെങ്കിൽ എന്താണ്? സുഖമായിട്ട് കിടക്കാം, അപ്പൊ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ ഇത്ര എഴുതി വെച്ചിട്ടുള്ളത്. നോക്കിയേ, electron gain enthalpy of fluorine is less negative than that of chlorine. This is because when an electron is added to fluorine, it enters into the smaller second shell. Due to the smaller size, the electron suffers more repulsion from the other electron. But for chlorine, the incoming electron goes to the larger shell, so the electronic repulsion is low. ഈ flow chartലും അത് തന്നെ എഴുതിയിട്ടുള്ളത്. Okay. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നോക്കട്ടാ. ഇപ്പൊ ഞാൻ HCl എടുക്കാം. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണോ ഡൊണേറ്റ് ചെയ്തു, Cl ഒരു ഇലക്ട്രോണോ ഡൊണേറ്റ് ചെയ്തു. ഇവര് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഡൊണേറ്റ് ചെയ്തപ്പോ രണ്ടുപേരുടെ ഇലക്ട്രോൺസിനെ സെന്ററിൽ തന്നെ വെച്ചോളാം. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ഈ 2 ഇലക്ട്രോൺസിനെയും ആര് കൊണ്ടുപോയി? ക്ലോറിൻ കൊണ്ടുപോയി. അപ്പൊ ക്ലോറിൻ ഒരു പവർ ഉണ്ടായിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ചില ആറ്റത്തിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന് അവരുടെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള കഴിവുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുക. നോക്കിയേ, electronegativity of an atom in a compound is the ability of the atom to attract shared pair of electrons of a bond. ഇനി electronegativity മെഷർ ചെയ്യുന്ന സ്കെയിൽ എപ്പോഴും ചോദിക്കും, അതാണ് പോളിംഗ് സ്കെയിൽ. എന്ത് സ്കെയിലാ? പോളിംഗ് സ്കെയിൽ. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? അതാണ് അടുത്ത കേട്ടാ. ഗ്രേറ്റർ ദ ന്യൂക്ലിയർ ചാർജ്, ഗ്രേറ്റർ വിൽ ബി ദി ഇലക്ട്രോനെഗറ്റിവിറ്റി. ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ്. ഓക്കെ, ജനറലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് അലോങ് എ ഗ്രൂപ്പ്. പീരീഡിലോട്ട് വരുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലോട്ട് വരുമ്പോ കുറയുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്ലോറിൻ ആണ് എന്തുള്ളത്? ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. ഫ്രാൻസിയത്തിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി പോലെ തന്നെ എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി? നോക്കിയേ, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് an atom to lose the most loosely bound electron അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിന് അവരുടെ ബാലൻസ് ഇലക്ട്രോണിനെ കളയാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിയാണ് എന്ത് പറയുക? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയാം. ഇനി ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. എലോങ് എ പീരീഡില് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയാണ് ചെയ്യുന്നത്. പക്ഷേ എലോങ് എ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫ്രാൻസിയത്തിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്, അതേസമയം ഫ്ലൂറിന് എന്താ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഭയങ്കര കുറവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചാൽ നേരെ ഓപ്പോസിറ്റ് എഴുതി വെക്കാം. പ്രശ്നമില്ല. ഇനി അടുത്തതാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അനോമലസ് പ്രോപ്പർട്ടി? എന്താണ് അനോമലസ് പ്രോപ്പർട്ടി? അപ്പൊ ഇവിടെ നോക്കാട്ടാ. The first element in groups 1 and 2. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് 1 and 2 ഫസ്റ്റ് എലമെന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ലിഥിയവും ബെറിലിയം എടുത്തു. ഇനി ഗ്രൂപ്പ് 13 തൊട്ട് 17 വരെയുള്ള എലമെന്റ്സ് എടുത്തു. അന്ന് തന്നെ ബോറോൺ തൊട്ട് ഫ്ലൂറിൻ വരെയുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇവരെ വെച്ചിട്ട് ഞാൻ വേറെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. The first element in groups 1 and 2 and groups 13 to 70 differ from the other members of their respective group in their properties and this is known as anomalous property. ഒന്നുമില്ല, ഞാൻ ഗ്രൂപ്പ് 1 ലിഥിയം ബെറിലിയം എടുത്തു. 13 തൊട്ട് 17 വരെയുള്ള ഗ്രൂപ്പ് ബോറോൺ തൊട്ട് ഫ്ലൂറിൻ വരെയുള്ള ആൾക്കാർ എടുത്തു. ഇവർക്ക് മാത്രം കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പക്ഷെ ആ സ്പെഷ്യാലിറ്റീസ് ആര് കാണിക്കുന്നില്ല? ആ ഗ്രൂപ്പിൽ തന്നെയുള്ള വേറെ ആൾക്കാർ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇതെന്തുകൊണ്ടാ? ദിസ് ഈസ് ഡ്യൂ ടു ദ സ്മോൾ സൈസ്. അവർക്ക് ഭയങ്കര ചെറിയ സൈസ് ആണ്. ഇനി ലാർജ് ചാർജ് ടു റേഡിയസ്. അവരുടെ റേഡിയസ് എന്താ? ഭയങ്കര വലുതാണ്. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ഡി ഓർബിറ്റൽസ് ഇല്ല, അവിടെ വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. ഓക്കെ, ഇനി അനോമലസ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കണമെന്നില്ല, പകരം എന്ത് പഠിച്ചു വെക്കുക? എന്തുകൊണ്ടാണ് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് രണ്ടും പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത് പഠിക്കണം. ഓക്കെ,
അടുത്തത് എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? നോക്കിയേ, the similarities in property shown by the diagonally placed elements of the second and third periods in the modern periodic table are called diagonal relationship. ഒന്നുമില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡില് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ്സ് ഡയഗണലി എന്ന് പറഞ്ഞ എന്താ, ഇവിടെ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് എന്ന് വിചാരിക്കാം. ഇവിടെ ഡയഗണലി എന്ത് കാണിക്കുന്നുണ്ട്? സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ കാണിക്കുന്ന പ്രോപ്പർട്ടി തന്നെ മൂന്നാമത്തെ ആളും കാണിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക? അങ്ങനെ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവര് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് എന്ന് പറയുക. ഇനി അത് എന്തുകൊണ്ടാണ്? ആറ്റോമിക് റേഡിയസ് സിമിലർ ആണ്, അയോണൈസേഷൻ എന്താൽപി സിമിലർ ആണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി സിമിലർ ആണ്. ഓക്കെ, സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ സിമിലാരിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഇത്രയും ഉള്ള ഈ ചാപ്റ്റർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. ഇത്രയും എടുത്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. ക്വസ്റ്റ്യൻസ് നോക്കിയേ, എളുപ്പാണ്. Na plus is smaller in size than of Na atom. എന്തുകൊണ്ടാണ് Na plus Na ആറ്റത്തിനേക്കാളും സൈസ് കുറവ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാറ്റയോൺ എപ്പോഴും പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും. എന്തുകൊണ്ടാ? അവർക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. ഇനി PCl5 P ഉണ്ടാക്കുന്നുണ്ട്, PCl ഫോം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നിന് NCl5 ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവർക്ക് d ഓർബിറ്റൽസ് ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഓക്കെ, ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലോ ചാർട്ട് ഇട്ട് വരച്ചടിച്ച ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഫ്ലൂറിനേക്കാളും കൂടുതലാണ്. കാരണം എന്താണ്? ക്ലോറിനിലോട്ട് ഇലക്ട്രോൺ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഷെല്ലോട്ട് പോകും. വലിയ ഷെല്ലാണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക് പ്രശ്നം കുറവാണ്. അതേസമയം ഫ്ലൂറിനിലോട്ട് ഇലക്ട്രോൺ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഷെല്ലോട്ട് പോകും. അപ്പൊ അവിടെ എന്തായിരിക്കും? ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഇനി ഇത് നോക്കിയേ, the graph of atomic radius versus atomic number is given below. ഇവിടെ ആറ്റോമിക് റേഡിയസ് എന്നിട്ടുണ്ട്, ഇവിടെ ആറ്റോമിക് നമ്പർ എന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ലീഥിയം തൊട്ട് ഫ്ലൂറിൻ വരെ ഡിക്രീസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഡിക്രീസ് ചെയ്യുക എപ്പോഴാ? ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്ന് എന്ന് പറഞ്ഞ അലോങ് എ പീരീഡിലാണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അലോങ് എ പീരീഡ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാമെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, കാറ്റയോൺ എന്തുകൊണ്ടാണ് ചെറുത്? ആനിയോൺ പക്ഷെ വലുതാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അയോണൈസേഷൻ എന്താൽപി അലോങ് എ പീരീഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഈ ഗ്രാഫ് വെച്ച് എഴുതുക. എന്താ സംഭവിക്കുന്നത്? അയോണൈസേഷൻ എന്താൽപി കൂടുകയാണ്. കാരണം ആറ്റോമിക് റേഡിയസ് കുറയുന്നുണ്ട്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ഓക്കെ, സെയിം സാധനം ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ഇട്ടതാണ് കേട്ടാ. ഇനി അടുത്തത് മക്കളെ, ഇത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കാം, മിസ് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഈ ചാപ്റ്റർ. ഈ വീഡിയോ ക്ലാസ് കണ്ട് നല്ലോണം പഠിക്കുക. ഇതിന്റെ PDF അയച്ചിട്ടും അത് നോക്കി പഠിക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കുക, റിവിഷൻ ഒക്കെ നല്ലോണം കൊണ്ടുപോവാം. ഓക്കെ, അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.